ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ക്ലാസ്സിന്റെ അധികം പറഞ്ഞു തരാത്ത ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ക്ലാസ്സിന്റെ ടൈമിങ്സിനെ പറ്റി, അതല്ലെങ്കിൽ പഠിക്കേണ്ട സബ്ജക്ട്സിനെ പറ്റി, ഏതൊക്കെ ഐൻസെറ്റ്സിൽ നമ്മൾ വർക്ക് ചെയ്യണം, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൈസ് ചെറിയ രീതിക്ക് പനി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം കേട്ടോ. അപ്പം അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ജർമ്മനിയിൽ നല്ല പക്ക ബ്ലോക്ക് സിസ്റ്റം ആട്ടോ. അതായത് കുറച്ച് വീക്സ് നമുക്ക് ക്ലാസ് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞുള്ള കുറച്ച് വീക്സ് നമുക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഡ്യൂട്ടി ആയിരിക്കും. 3 വർഷം ഡ്യൂറേഷനുള്ള ഈ കോഴ്സിൽ ഏകദേശം 2200 മണിക്കൂർ തിയറിയും 2500 മണിക്കൂർ പ്രാക്ടിക്കൽസ് ആട്ടോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്ലാസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 മണി മുതൽ ഒരു 3-3:30 മണിയാകുമ്പോഴത്തേനും അവസാനിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും അനാട്ടമി, ഫിസിയോളജി, റെസ്റ്റ്, അതല്ലെങ്കിൽ ഫ്ലേഗ്, ഇതൊക്കെ ആട്ടോ കൂടുതലായിട്ടും പഠിക്കാനുള്ളത്. ആക്ച്വലി തിയറിക്കല്ല കേട്ടോ, പേഷ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള പ്രാക്ടിക്കൽ നോളജിനാട്ടോ ഇവിടെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ഐൻസെറ്റ്സിന്റെ കാര്യം നോക്കാം. നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്തായിരിക്കില്ല കേട്ടോ ഡ്യൂട്ടി. അതായത് പീഡിയാട്രി, ഹോം കെയർ, സൈക്കാട്രി, അങ്ങനെ മാറി മാറി വാർഡുകളിൽ നമുക്ക് വർക്ക് ചെയ്യണം.